വിചാർക്രാന്തി ദർശനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും നമ്മുടെ കുടുംബജീവിതം ഒരു വലിയ ഭാരമായി തോന്നാറുണ്ടല്ലേ? എന്നാൽ പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ വീടിനെ തന്നെ ഒരു തപോവനമാക്കി മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. സത്യം പറഞ്ഞാൽ നമ്മളിൽ പലരും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. ദിവസവുമുള്ള ജോലികളും ഉത്തരവാദിത്തങ്ങളും. ചിലപ്പോഴൊക്കെ ഇതൊരു വലിയ ഭാരമായിട്ട് നമുക്ക് തോന്നിയേക്കാം, അല്ലേ? പക്ഷേ ഈയൊരു ചിന്തയെ നമുക്ക് മറികടക്കാൻ പറ്റും. അതിനൊരു പുതിയ കാഴ്ചപ്പാട് മാത്രം മതി. അപ്പോഴാണ് തപോവനം എന്ന ഈ ആശയം വരുന്നത്. എന്താണീ തപോവനം? പണ്ട് ഋഷിമാരൊക്കെ തപസ് ചെയ്തിരുന്ന, ആത്മീയമായി വളരാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഒരു പുണ്യസ്ഥലം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ വീട്ടിനെ, നമ്മുടെ കുടുംബത്തെ അങ്ങനെയൊരു പുണ്യസ്ഥലമായി കാണാൻ കഴിഞ്ഞാൽ അവിടെ പിന്നെ എങ്ങനെയാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്? അപ്പോ നമുക്ക് ഈയൊരു പുതിയ കാഴ്ചപ്പാടിലേക്ക് കടക്കാം. നമ്മുടെ കുടുംബത്തോടുള്ള കടമകളെ എങ്ങനെ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ കാണാമെന്ന് നോക്കാം. ഈയൊരു കാഴ്ചപ്പാടിൽ കുടുംബജീവിതം ഒരു ഭാരമേ അല്ല, മറിച്ച് അത് നമുക്ക് ആത്മീയമായി വളരാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും, ഓരോ ജോലിയും നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനുള്ള ഒരു സാധന ആയി മാറുന്നു. അതായത് ഒരു ആത്മീയ പരിശീലനം പോലെ. ശരി, അപ്പോൾ എന്താണ് ശരിക്കും സന്തോഷമുള്ളൊരു കുടുംബജീവിതത്തിന്റെ അടിത്തറ? അതിന്റെ രഹസ്യമെന്താണ്? നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു ബന്ധത്തിന്റെ വിജയം എനിക്കെന്ത് കിട്ടും എന്നതിലല്ല, മറിച്ച് ഞാൻ എന്ത് നൽകും എന്ന ചിന്തയിലാണ്. കൊടുക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷം. നമ്മൾ പലപ്പോഴും പുറമെയുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. രൂപം, സമ്പത്ത്, ഇതൊക്കെ ഇന്നുണ്ടാകും, നാളെ പോകും. പക്ഷേ ഒരു വ്യക്തിയുടെ സ്വഭാവം, അവരുടെ നല്ല ഗുണങ്ങൾ, അതെന്നും നിലനിൽക്കും. അതുകൊണ്ട് ഒരു പങ്കാളിയെ കണ്ടെത്തുമ്പോൾ ആഴത്തിലുള്ള ഈ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും അവരെ മാറ്റാൻ ശ്രമിക്കുന്നതും നിർത്തുക. അതിനു പകരം നമ്മൾ സ്വയം എവിടെയാണ് മാറേണ്ടത് എന്ന് ചിന്തിക്കുക. ആ ഒരു സന്നദ്ധതയാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞ ആശയങ്ങളൊക്കെ ശരി. പക്ഷേ ഇതെങ്ങനെ നമ്മുടെ എല്ലാ ദിവസത്തെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? ഇതിനെ എങ്ങനെ ഒരു പരിശീലനമാക്കി മാറ്റാം? ആദ്യം മനസ്സിലാക്കേണ്ടത്, വിവാഹം എന്നത് വെറും സുഖസൗകര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ളൊരു ഏർപ്പാടല്ല. അത് വളരെ ഗൗരവമേറിയൊരു കർത്തവ്യമാണ്. പരസ്പരം താങ്ങും തണലുമായി ഒരുമിച്ച് വളരാനുള്ളൊരു യാത്ര. അതിനൊരുപാട് ക്ഷമയും സ്നേഹവും വേണം. ഐശ്വര്യമുള്ളൊരു വീടിന് പ്രധാനമായി 2 തൂണുകളുണ്ട്. ഒന്നാമത്തത് ത്യാഗം, അതായത് പങ്കാളിയിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നത് കുറയ്ക്കുക. രണ്ടാമത്തത് സഹകരണം, എന്തും ഒരുമിച്ച് ചെയ്യാനും പരസ്പരം സഹായിക്കാനുമുള്ള ഒരു സേവന മനോഭാവം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോ ഈ സാധനയുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? അത് നമ്മൾ ഒരുമിച്ച് ആത്മീയമായി വളരുക എന്നതാണ്. അതെങ്ങനെ കുടുംബജീവിതത്തിലൂടെ സാധ്യമാകുമെന്ന് നോക്കാം. നമ്മുടെ പങ്കാളിയെ ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരാളായി കാണരുത്. അവർ ഈ ജീവിതയാത്രയിൽ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സഹയാത്രികനാണ്, അല്ലെങ്കിൽ സഹയാത്രികയാണ്. ആത്മീയമായി വളരാനുള്ള ഈ യാത്രയിൽ പരസ്പരം സഹായിക്കുകയാണ് വേണ്ടത്. കുടുംബജീവിതത്തിലെ യഥാർത്ഥ യോഗ എന്ന് പറയുന്നത് വലിയ പൂജകളോ കാര്യങ്ങളോ ഒന്നുമല്ല. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ക്ഷമയാണ്, നിസ്വാർത്ഥമായ സ്നേഹമാണ്, പിന്നെ സഹിഷ്ണുതയാണ്. ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും വലിയ സാധനം. ശരി, അപ്പോ ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഒരുമിച്ച് ചേർത്ത് നോക്കാം. ഈ ഒരുമിച്ചുള്ള യാത്ര എങ്ങനെ മനോഹരവും അർത്ഥപൂർണവുമാക്കാം? യഥാർത്ഥത്തിൽ സന്തുഷ്ടമായ ഒരു ജീവിതത്തിന്റെ രഹസ്യം വളരെ ലളിതമാണ്. നമ്മുടെ പങ്കാളിയുടെ സ്വഭാവം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ കുറവുകളോടുകൂടി അവരെ അംഗീകരിക്കുക. എന്നിട്ട് ഒട്ടും പ്രതീക്ഷകളില്ലാതെ സ്നേഹം നൽകുക. സഹകരണമാണ് എല്ലാറ്റിൻ്റെയും കാതൽ. അവസാനം, നമ്മുടെ കുടുംബജീവിതം എന്തായി മാറണം എന്നതിൻ്റെ ഏറ്റവും മനോഹരമായൊരു സങ്കല്പമാണിത്. എവിടെയാണോ മനസ്സും ആത്മാവും ഒന്നായിത്തീരുന്നത്, ആ വീടാണ് യഥാർത്ഥ തപോവനം. അപ്പോ ചോദ്യമിതാണ്, നിങ്ങളുടെ വീടിനെ, നിങ്ങളുടെ കുടുംബത്തെ അങ്ങനെ ഒരു തപോവനമാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? ഈ യാത്രയിൽ സ്നേഹവും സഹകരണവും നമുക്ക് വഴികാട്ടിയാകട്ടെ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.